ഹലോ, വെൽക്കം ടു വൺസ് അഗെയിൻ ശുഷ്കാന്തി ടോക്ക്. ശുഷ്കാന്തി ടോക്കിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്താ നമുക്ക് പരിപാടി, ഒരു വെറൈറ്റി ഉള്ളിവട വെറൈറ്റി അല്ല, സംഭവം സാധാ കുറച്ച് തന്നെയാണ്. പക്ഷെ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് നമുക്ക് അതുകൊണ്ട് വന്നത് ഉള്ളിവടയായിട്ട്. കമോൺ, നമുക്കൊരു ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഉള്ളി എടുക്കുന്നു, കട്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കട്ടിങ്ങിൻ്റെ വെറൈറ്റി രീതിയാണ്, സാധാ പോലത്തെ കേട്ടാ. We are going to cutting ting. So ഓക്കെ, ഉള്ളി കട്ടാക്കുകയാണ്. ഒക്കെ ഇങ്ങനെ കട്ടാക്കിയാൽ മതി. വെറൈറ്റി കട്ടിങ്ങാണ്, നമ്മൾ നിങ്ങളത്ര കട്ടിക്കൊന്നുമില്ല. പിന്നെ എത്ര വർത്താനം കുറേ സ്ഥലങ്ങൾ എടുത്ത് വരണം വിചാരിച്ചു. സമയം കിട്ടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ല, അങ്ങനെയൊക്കെ ആയപ്പോൾ കുറേ ചുറ്റുപാടുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയം കിട്ടി ഞങ്ങളെടുത്ത് വരാൻ. പിന്നെ പെരീത്തൊക്കെ വർത്താനം എല്ലാവർക്കും സ്വന്തമല്ലേ. ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചപ്പ്, ഓക്കെ, ഉള്ളി നമ്മളതിലേക്ക് മുഴുവൻ കട്ട് ചെയ്തിടാൻ പോണേ, ചപ്പ് ഇടാൻ പോണേ. പിന്നെ സംതിങ് വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 3-4 ഓണം വെളുത്തുള്ളിയും ഒരു പച്ചമുളകും അത് ഇതിലേക്ക് ചേർക്കണം. പിന്നെ ജസ്റ്റ് ഇഞ്ചിയും മറ്റേതാ ഒക്കെ ശുഷ്കാന്തിയോട് കൂടി വെട്ടണം. കുഞ്ഞായിട്ട് അരിയണം. ഓക്കെ, एक प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं. ഒക്കെ നമ്മൾ കൊത്തിയറിഞ്ഞു. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ അരിഞ്ഞ് കൂട്ടിയേക്കണു. ഇനി ഇതിലേക്ക് നമ്മൾ 1-2 സാധനങ്ങൾ ചേർക്കാൻ പോണേ. സാധനങ്ങളൊന്നുമില്ല, കുറച്ച് ജീരകം വലിയതിട്ടോ. നമ്മൾ എന്ത് ചെയ്യണോ, ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ചൊരു മുരുമുരു വേണ്ടേ. മുരുമുരുവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി വാരി ചേർക്കുന്നു. കുറച്ച് അരിപ്പൊടി ഇട്ട് കഴിഞ്ഞു. നമ്മൾ കുറച്ച് കടലപ്പൊടി ഇതറാം. കുറച്ച് കടലപ്പൊടി ഇതറി. ഓക്കെ, കടലപ്പൊടി ഇതറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട മൈദ ചേർക്കുന്നു. കുറച്ച് മൈദയും ചേർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ചിക്കൻ മസാല, ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി. ഓക്കെ, അത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പ് ഇട്ടിട്ട് കുഴക്കാൻ പോകണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, 2-3 കരിവേപ്പിൻ്റെ ഇല ഇട്ടാ, കരിവേപ്പിൻ്റെ ഇട്ടു. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ വെള്ളം പാർന്നൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം പാർന്നിരിക്കുന്നു. നമ്മൾ ഉസാറിട്ടൊന്ന് കുഴക്കാൻ പോകണം. ചിക്ക് ബുക്ക് റൈലേ കുറച്ച് മതി. ഓക്കെ, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോകണേ. കഴിച്ചു. അപ്പോൾ ഇത് കോയൊക്കെ ഉഷാറായിക്കണം, നല്ല കുഴച്ച് വല്ല ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ പോകണം. പാത്രം തീവണം പോകണേ. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക, ഉള്ളിവട ഉണ്ടാക്കുക എന്നതിൻ്റെ അപ്പുറം ഐ വാണ്ട് ടു ഷെയർ ലോട്ട്സ് ഓഫ് തിങ്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ടോക്സ് വിത്ത് യു. അതാണ് മെയിനായിട്ട്. ഒരുപാട്, അതായത് ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഉള്ളിവട ഉണ്ടാക്കുന്ന എത്തിക്സ് അല്ല ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വരേണ്ടത്. നമുക്കിപ്പോൾ ഈവനിങ് നമ്മളതായിട്ട് ചടഞ്ഞ് കുത്തിറക്കാതെ നമ്മളതായിട്ട് ഐഡൻറ്റിറ്റി എല്ലായിടത്തും ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. മനസ്സിലായ? ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് സ്നാക്സ്. ഓക്കെ, യു ഷുഡ് ഡോണ്ട് വെയിറ്റ് ഫോർ എനി വൺ. അതായത് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാതെ യു ഷുഡ് മേക്ക് യുവർ ഓൺ ക്രിയേറ്റിവിറ്റി. നിങ്ങളുടേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിനുള്ള ശ്രമമാണ് അത്. ചിലപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, എന്ത് സാധനം സംഭവിച്ചാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതായിട്ടുള്ള കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ഇങ്ങോട്ട് വരി. ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് എണ്ണ വയ്ക്കാം. പിന്നെ ആ എണ്ണ ഒഴിച്ചുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി നിർബന്ധമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ള എണ്ണകളൊന്നും ഉപയോഗിക്കരുത്. പരമാവധി അവൻ്റെ തൊടുന്ന തേങ്ങമെന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കണം. മനസ്സിലായില്ലേ? വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കുക, അതോട് തിന്നുക. കണ്ണി കണ്ട ഓയിലുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. ഒക്കെ പല്ലൊക്കെ സാക്കുക, ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളത് കുറച്ച് ക്വാളിറ്റിയിൽ നല്ല സാധനം തിന്നാൻ പറ്റുമോ നോക്കി. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി നിങ്ങളെ കാര്യം. അപ്പോൾ നമ്മൾ എണ്ണ നല്ല ഉസാറായിട്ട് ചൂടായിക്കണം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് അടിച്ചാൽ വേണ്ടിയിട്ട് ഉള്ളിട്ട് നോക്കി. ആയിവ നല്ല ഉസാറായിക്കാണ്ട് പൊരിഞ്ഞിട്ട് ഇട്ടാ. പിന്നെ പല രൂപത്തിലുണ്ടാക്കുക, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ ഐ വാണ്ട് ടു മേക്ക് ഉള്ളിവട ബോൾസ്. അതായത് ഞാൻ ചെറിയ ഉള്ളിവടൻ്റെ ബോൾസ് ആക്കിയിട്ടാണ് ശ്രമിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വെക്കണ്ടേ. എല്ലാവരും ഒരേമാതിരി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ നേരണ്ടാവുള്ളൂ. നോക്കിക്കോളൂ, ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇടുന്നു. ജസ്റ്റ് ഒരു കയ്യിൽ വെള്ളം വെക്കണം, നന്നാവും. നമ്മൾ ഉരുട്ടുന്ന സമയത്ത് ഉരുളിച്ച് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒക്കെ വേണം. ഓക്കെ, എണ്ണ ഒരു കാരണവശാലും തിരിച്ചു വറുക്കരുത്. ഓക്കെ 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 ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് കൊണ്ടുവരും. നമ്മൾ പുതിയ ലോകങ്ങൾ, പുതിയ ക്രിയേറ്റിവിറ്റികൾ. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ പ്യാജ് പക്കോട എന്നാണ്. പ്യാജ് എന്ന് പറഞ്ഞാൽ ഉള്ളി, ബട ഉള്ളി, വലിയ ഉള്ളി. അപ്പോൾ അതിൻ്റെ ഒരു പക്കോട മീൻസ് ഒരു വട, ഉള്ളിവട, അങ്ങനെയൊക്കെ നമുക്ക് കണക്കൂട്ടിയാൽ മതി. ഓക്കെ,
ഓവർ തീ കൂട്ടി വെക്കുകയും ചെയ്യരുത്, കാരണം ഉള്ളി വേവില്ല. നമ്മളൊരു വെറൈറ്റി ബൗൾ ടൈപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വേകണമെന്നുണ്ടെങ്കിൽ ഓവർ തീയും വേണ്ട, എന്നാൽ അത്യാവശ്യം ചൂടും വേണം. ഓവർ തീച്ച് കുറച്ച് വെച്ചാണെങ്കിലോ ഈ സാധനം നല്ല എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ദാറ്റ്സ് നോട്ട് എ ടേസ്റ്റി വൺ. അതിൽ കുറച്ച് എന്താ പറയുക, നമ്മളെ വെളിച്ചെണ്ണ അതിൽ കൂടി കയറി കൂടും. അപ്പോൾ നമുക്ക് ക്രിസ്പി വേണം, അതിനാണ് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു കലയാണേ, നമ്മൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കി നോക്കാം. ബായി ദുനിയാത്തോ ബദൽ ജായ, അതായത് ദുനിയാവൊക്കെ നമുക്ക് എന്ത് ചെയ്യും, മാറിപ്പോകും. നമുക്ക് വെറൈറ്റി ഉണ്ടാക്കി നോക്കണ്ടേ. അഭി തമാര പ്യാജ് പക്കോട മനസ്സിൽ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഉള്ളിവട മീൻസ് ഉള്ളി ബോൾസ് എന്നൊക്കെ പറയട്ടെ, വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളിത് പൊരിച്ചത് കോരാൻ പോകണേ. വിവാത്തോ മറ്റെടുക്കോ, പിടിക്കോ. ഇതണ്ട നല്ല ക്രിസ്പി ബൗൾസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ സെക്ഷൻ കോരിയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കാണിക്കൂ. വരൂ, നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഉള്ളിവട ബോൾ റെഡി ആയിട്ടുണ്ട്. ഉള്ളി വെന്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേമാതിരി പൊട്ടിച്ച് വയ്ക്കാൻ മതി. നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ബിസ്മില്ലാഹ്. നല്ല ചൂടുണ്ട്, ഒരു ടേസ്റ്റിയാണ്. കൂട്ടത്തിൽ നല്ല ഞാൻ മുമ്പത്തെ പറഞ്ഞ പ്രീമിയം കപ്പ് ഓഫ് ബ്രാൻഡ് ടീ കൂട്ടത്തിൽ. വാ, ഈവൻ വല്ലാത്ത സപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ പറയാം. ഒന്നും തിന്നിട്ടാ, നല്ല ടേസ്റ്റിലാണ്. നമുക്ക് ടേസ്റ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എഡിഷനല്ല പിന്നെ ഉണ്ടാക്കാം. നല്ല ചൂടുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സായങ്കാലം, ഇന്ന് സൺഡേ അല്ല, ഇന്ന് പുറത്ത് പോകാൻ കഴിയില്ല. അതിന് ഓൾറെഡി ഇന്നലെ രാത്രി വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യുക, നമ്മുടെ ഫുഡ് ഉണ്ടാക്കി വെക്കണമെന്ന് പോയി. എല്ലാ ഐറ്റംസും നമുക്ക് ഉണ്ടാക്കാനാണ്, പക്ഷേ വി ഹാവ് നോ മോർ ടൈം ടു സ്പെൻഡ് വിത്ത് യു. അതാണ് മെയിൻ പ്രശ്നം. ഒരുപാട് സമയം ചിലവഴിക്കാനില്ല. ഇന്ന് ഓൾറെഡി ഷോപ്പ് ലീവ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ ചില്ലറ ഫ്രീഡം കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾവേസ് സപ്പോർട്ട് മീ. എൻ്റെ ശുഷ്കാന്തി ടോക്കിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ശുഷ്കാന്തി യൂട്യൂബ് ചാനലും എല്ലാവരും ഫോളോ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട മാത്രം എന്ത് ചെയ്യുക, ഒക്കെ ഒന്ന് സെറ്റാക്കി തരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും. നിങ്ങളെല്ലാ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.